കാരാവട ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത പച്ചരി 1/4 കപ്പ്, ഉഴുന്ന് 1/4 കപ്പ്, തുവരപ്പരിപ്പ് 1/4 കപ്പ്. അത് 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. കടലമാവ് 1/4 കപ്പ്. ഇതിന് പകരം കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്താലും മതി. ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1½ ടേബിൾ സ്പൂൺ, മുളക് പൊടി കായപ്പൊടി 1/2 ടീസ്പൂൺ വീതം, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വറക്കാനുള്ള എണ്ണ. നമുക്ക് ആദ്യം അരി ഉഴുന്നും ഒന്ന് അരച്ചെടുക്കണം. അത് പ്രത്യേകം അരച്ചെടുക്കണം. അരി ഉഴുന്നും നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുവരപ്പരിപ്പിൽ നിന്ന് പകുതി എടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. പകുതി തുവരപ്പരിപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കാരാവടയ്ക്കുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഈ അരിയിലേക്ക് ഉഴുന്നരച്ചത് ചേർക്കാം. ഇതിലേക്ക് ഇനി തുവരപ്പരിപ്പ് അരച്ചത് ഇടാം. കടലമാവ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ഇത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും കായപ്പൊടിയും ചേർക്കാം. ബേക്കിംഗ് സോഡ, നമ്മൾ മാറ്റി വെച്ചിരുന്ന തുവരപ്പരിപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കാരാവട ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി മാവ് ചെറിയ ഉരുളകളാക്കി ഇതിലേക്കിടാം. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മാവിടാൻ. 2 മിനിറ്റ് നേരം നല്ല തീയിൽ വെക്കണം. അത് കഴിഞ്ഞ് തീ കുറച്ചിട്ട് വേണം, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ വടയുടെ ഉള്ളു വേവില്ല. ഇത് ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ കാരാവട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ തേങ്ങാ ചമ്മന്തിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം.